നിങ്ങൾ രണ്ടാളും ഇന്ന് പോകുന്നുണ്ടാ? ചേച്ചിക്ക് ഇന്ന് പോണാ? ഞാൻ എന്തായാലും ഇന്ന് പോവട്ടാ. അനക്ക് പോണോ? കൊറേ ആള് പണിക്കുണ്ട് ഇന്ന് വീട്ടില്. ഭക്ഷണം ആക്കി വെച്ചിട്ടാ ഞാനിപ്പം വന്നിന്. എനിക്ക് കുട്ടികളെല്ലാം അടിയുള്ളതല്ലേ, എനിക്ക് പോവാണ്ടിരിക്കാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് എപ്പോ പണിക്കാരും കുട്ടികളെ പഠിപ്പും കാര്യങ്ങളും. ഇവിടെ ഞാനല്ലേ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര കാലായി ഇതെല്ലാം. എന്നാന്ന് എനിക്ക് ഇത്ര കഷ്ടപ്പാട്? ഏട്ടന് കിട്ടിയ പോലെ എന്തായാലും നമുക്ക് രണ്ടാൾക്കും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടാ. അനക്ക് എന്ത് കിട്ടിയെന്നാ പറയുന്നത്? കിട്ടിയതെല്ലാം നിനക്ക് തന്നെയാണ്. ഈ വീടും സ്ഥലമെല്ലാം നിനക്ക് തന്നത് അമ്മേനെ നോക്കാന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാ നിനക്ക് തന്നിനി. ഇപ്പം കിട്ടുന്ന പെൻഷനും എല്ലാം ഏട്ടൻ തന്നെയല്ലേ എടുക്കുന്നത്? പെൻഷന്റെ പൈസ ആശുപത്രി കൊടുക്കാൻ തന്നെ തികയുന്നില്ല. ആഴ്ചക്ക് 3 ദിവസം ആശുപത്രിയിലും. അപ്പൊ അനക്ക് പണിക്കൊന്നും പോണ്ട. അമ്മമാരെ നോക്കേണ്ടത് ആ മക്കളെ കടമയാണ്, അല്ലാതെ കല്യാണം കഴിഞ്ഞു പോയ പെമ്മക്കളെന്നല്ല അമ്മമാരെ നോക്കുക. അല്ലെങ്കിൽ എത്ര ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ആടേറ്റം കൊണ്ടാക്കിക്കോ. അതന്നെയാ നല്ലത്. അങ്ങനെയെങ്കിലും അങ്ങനെ ബാക്കിയുള്ള സ്വത്തും കൂടി നമുക്ക് എഴുതി മേടിച്ചിട്ട് ഓൾഡ് ഏജ് ഹോമെങ്കിൽ ഓൾഡ് ഏജ് ഹോം അവിടെ കൊണ്ടാക്കാം. അല്ലാണ്ട് അനക്ക് കഴിയൊന്നുമില്ല ഇത് ജീവിതകാലം മുഴുവൻ ഇതുപോലെ നടക്കാൻ. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിനി. ഇതെല്ലാം ആദ്യമേ കരുതി വെച്ചിനി. ഇപ്പൊ ഞാൻ പോയിക്കോളൂ. മോള് നല്ലല്ലേ?